അതിപ്പോൾ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, വീട്ടിലേക്കുള്ള ടി വി, റെഫ്രിജറേറ്റർ, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി നിങ്ങളുടെ ഡിജിറ്റൽ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഓക്സിജൻ ഇസ് ദ ബെസ്റ്റ്. ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്. അതെ, വാങ്ങുന്നത് ഓക്സിജനിൽ നിന്നാണെങ്കിൽ എല്ലാം ഒറിജിനൽ ആയിരിക്കും. വിശ്വസിക്കാം, എന്നെ പോലെ. തീർത്തും വ്യത്യസ്തമായ എന്നാൽ അത്യധികം ആവേശം നിറഞ്ഞ 2 സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ശേഷം ഇനി നമുക്ക് മുന്നിൽ ലോക ജേതാക്കളെ നിശ്ചയിക്കാൻ ഒരു ഫൈനൽ മത്സരം മാത്രമാണ് ബാക്കിയുള്ളത്. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകളുള്ള ഒരു ലോകകപ്പ് ഓരോ മത്സരവും നിലവാരം കൂടി വരികയാണ് ചെയ്തിട്ടുള്ളത്. സമാനമായി നമ്മളോടുള്ള ചോദ്യങ്ങളും അതിൻ്റെ നിലവാരം സൂക്ഷിക്കുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. വിപിൻ മനയത്തിന്റെ ചോദ്യമാണ്. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ ഗോൾ അടിച്ച ശേഷം എൻസോ ഫെർണാണ്ടസ് നടത്തിയ സെലിബ്രേഷനെ കുറിച്ചാണ്. 2022 ലോകകപ്പിൽ നെതർലൻഡ്സ് കോച്ചിനെ നോക്കി ലയണൽ മെസ്സിയും ഇതേ സെലിബ്രേഷൻ നടത്തിയിരുന്നു. അർജന്റീനയുടെ റിക്വൽമിയാണ് ഇത് ആദ്യം ചെയ്യാറുള്ളതെന്നും അറിയുന്നു. ഈ സെലിബ്രേഷന് പിന്നിലുള്ള കഥ എന്താണ്? ലോകകപ്പിൽ ഇതുപോലെ ദിലീപിന് ഓർമ്മയുള്ള ഗോൾ സെലിബ്രേഷനുകൾ മറ്റേതെങ്കിലും ഉണ്ടോ? ഇതിന്റെ കഥ എന്ന് പറഞ്ഞാൽ റിക്കൽമെ ആദ്യം ഇത് ചെയ്തത് ക്ലബ് ഫുട്ബോളിൽ അർജന്റീനയിൽ കളിക്കുമ്പോൾ, അത് 90കളിൽ ബോക്ക ജൂനിയേഴ്സ് ഏറ്റവും ശക്തമായ ഒരു ടീമായിരുന്ന കാലമാണ്. അവർ അർജന്റീനയിലത്തെ ടൈറ്റിൽ മാത്രമല്ല കോപ്പ ലിബർട്ടഡോറസും ഒക്കെ ജയിച്ചു. പക്ഷെ റിക്കൽമയ്ക്ക് ബാക്കി ഫാൻസിന്റെ ഭാഗത്തു നിന്നല്ല, സ്വന്തം ക്ലബിന്റെ ഉള്ളിൽ നിന്നും വിമർശനം ഉണ്ടായിരുന്നു. ഈ ക്ലബ് ഡയറക്ടേഴ്സ് ആയിട്ട് എപ്പോഴും തല്ലുകൂടിയിരുന്ന ഒരു കളിക്കാരൻ. അവര് തന്നെ എന്താ ഒരു വാല്യൂ തരുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു. റിക്കൽമയ്ക്ക് ഇപ്പോഴും അർജന്റീനയുടെ പ്രസിഡന്റ് വരെ റിക്കൽമെ വിമർശിക്കുന്നുണ്ട്. ബോക്ക ജൂനിയേഴ്സിനെ നശിപ്പിക്കുകയാണ്, അതാണ്. ഇപ്പൊ ക്ലബ് പ്രസിഡന്റ് ആണ്. ഈ സെലിബ്രേഷന്റെ പിന്നിൽ ടോപ്പോ ജിജോ എന്ന് പറഞ്ഞൊരു പപ്പറ്റ് ആയിരുന്നു. ഇറ്റാലിയൻ ഒരു പപ്പറ്റ് ഷോ, ഒരു എലിയെ വെച്ചിട്ട് 1960കളിൽ. അത് പിന്നെ ഇപ്പൊ മിക്കി മൗസ് ഇതൊക്കെ സിൻഡിക്കേറ്റ് ചെയ്യണ പോലെ പല രാജ്യത്തും അത് കാണിച്ചിരുന്നു. അപ്പൊ അത് വളരെ പോപ്പുലർ ആയിരുന്നത് അർജന്റീനയിൽ. ഇവരൊക്കെ വളർന്ന സമയത്ത് റിക്കൽമെ, കാർലോസ് ടെവസ് ഇത് ചെയ്തിട്ടുണ്ട്. മാഞ്ചസ്റ്റർ ഡർബിയിൽ യുണൈറ്റഡിനെതിരെ സിറ്റിക്ക് വേണ്ടി ഗോൾ അടിച്ചപ്പോ. അപ്പൊ ഇതിന്റെ ഒരു അർത്ഥം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ എത്ര ഒച്ച ഉണ്ടാക്കിയാലും എൻ്റെ ഫുട്ബോൾ അതിലും ഒച്ച ഉണ്ടാക്കുന്ന കാണിക്കാനാണ്. ഈ മെസ്സി ഇത് എന്തുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ, ലൂയി വാൻ ഹാൽ ബാഴ്സലോണ കോച്ചായിരുന്നപ്പോൾ റിക്കൽമെ കുറെ കാലം ബെഞ്ചിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ അതൊരു പിന്നെ വാൻഹാൽ മെസ്സിയെ പറ്റി മോശമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു 22 ലോകകപ്പിന് മുമ്പ്. അപ്പൊ അതിനൊക്കെ കൂടി ഒരു കമ്പൈൻഡ് ഒരു റിവെഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് മെസ്സി ചെയ്തത്. പിന്നെ ഇപ്പൊ എൻസോന്റെ കാര്യത്തിൽ ഇപ്പൊ ബ്രിട്ടീഷ് മീഡിയ എന്നൊക്കെ പല ചർച്ചകളും വർത്തമാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഈ കളിക്ക് മുമ്പ്. വിഷ്ണു രാമചന്ദ്രന്റെ ചോദ്യം. മുൻപൊരിക്കൽ ദിലീപ് പറഞ്ഞിരുന്നു, അർജന്റീനയുടെ എക്കാലത്തെയും മികച്ച വേൾഡ് കപ്പ് സ്ക്വാഡ് 1986-ലെയോ 2022-ലെയോ അല്ല, മറിച്ച് 1998, 2006 കാലഘട്ടത്തിലേതാണെന്ന്. എന്നാൽ ആ ടീമിന് ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ പോലും എത്താൻ കഴിഞ്ഞില്ല. അതേസമയം 1986, 90, 2014, 2022, 2026 വേൾഡ് കപ്പുകളിൽ മുന്നിൽ മറഡോണ അല്ലെങ്കിൽ മെസ്സി പോലൊരു ഇതിഹാസ താരം ഉണ്ടായിരുന്നപ്പോൾ താരതമ്യേന അത്ര ശക്തമല്ലാത്ത സ്ക്വാഡ് കൊണ്ട് പോലും അർജന്റീന മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അപ്പോൾ വേൾഡ് കപ്പ് പോലുള്ള ടൂർണമെന്റുകളിൽ വിജയിക്കാൻ ഏറ്റവും മികച്ച സ്ക്വാഡ് എന്നതിനേക്കാൾ മറഡോണ അല്ലെങ്കിൽ മെസ്സി പോലൊരു താരത്തിന്റെ സാന്നിധ്യം ടീമിൽ സൃഷ്ടിക്കുന്ന ആത്മവിശ്വാസവും വിന്നിംഗ് മെന്റാലിറ്റിയുമാണോ കൂടുതൽ നിർണായകമാകുന്നത്? ഒരു വേൾഡ് ക്ലാസ് സ്റ്റാർ ഉള്ളത് ഏത് ടീമിനെയും സഹായിക്കും. പക്ഷെ അതിന്റെ ഏറ്റവും പ്രധാനം ഒരു ടീം അന്തരീക്ഷമാണ്. ഇപ്പൊ 2018 നോക്കിക്കഴിഞ്ഞാൽ 14 ലോകകപ്പ് ഫൈനലിൽ എത്തിയ പല കളിക്കാരും ഉണ്ടായിരുന്നു. 22 കളിച്ച മെസ്സിയും ഡിമറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ടീം അന്തരീക്ഷം വളരെ മോശമായിരുന്നു. ഡ്രസ്സിംഗ് റൂമിൽ പല കളിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ല. അതിൽ ഗ്രൂപ്പ്സും ഇതൊക്കെ ആയിട്ട്. ഒരു ലോകകപ്പൊക്കെ ജയിക്കണമെങ്കിൽ ആ ഡ്രസ്സിംഗ് റൂം അന്തരീക്ഷമാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ സ്കലോണി ഏറ്റവും അധികം കാലം കളിച്ചത് ഡെപ്പോർട്ടിവോ ല കറൂനിയ എന്ന് പറഞ്ഞ സ്പാനിഷ് ടീമിനാണ്. അവിടെ കോച്ചായിരുന്ന ഹാവിയർ ഇററ്റ ഒരു പേര് കേട്ട കോച്ചൊന്നും ആയിരുന്നില്ല അവിടെ വന്നപ്പോൾ. പല ജോലിയിൽ നിന്നും ഇങ്ങനെ മാറി മാറി പോയിട്ടാണ് അവിടെ എത്തിയത്. അവിടെ എത്തിയിട്ട് പക്ഷെ ഒരു ലലീഗയും ഒരു കോപ്പ ഡെൽ റേയും ജയിച്ചു. ചാമ്പ്യൻസ് ലീഗ് സെമി വരെ എത്തി. അത് ആ സ്ക്വാഡിൽ ഉണ്ടായിരുന്ന ഒരു കളിക്കാരൻ പലപ്പോഴും ബെഞ്ചിലായിരുന്നപ്പോൾ സ്കലോണി ഇറുററ്റയോട് സംസാരിക്കും. ടാക്ടിക്സിനെ പറ്റി മാത്രമല്ല, എങ്ങനെ ഒരു ഡ്രസ്സിംഗ് റൂം മാനേജ് ചെയ്യണം. ഫുട്ബോൾ ഏറ്റവും പ്രധാനം അതാണ്. നിങ്ങൾക്ക് ഡ്രസ്സിംഗ് റൂം മാനേജ് ചെയ്യാൻ പറ്റിയ പകുതി 50% അതാണ് ശരിക്കും. ഈ
ഡ്രസ്സിംഗ് റൂമിൽ ഇപ്പൊ അർജന്റീന കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും തോന്നുന്നില്ല ഈ കളിക്കാരന് മറ്റേ കളിക്കാരന് ഇഷ്ടമല്ല. ചിലപ്പോൾ അവരെല്ലാവരും സുഹൃത്തുക്കളൊന്നും ആയിരിക്കില്ല, പക്ഷെ നമുക്ക് ആ ഒരു തോന്നല് കിട്ടില്ല ഇയാൾക്ക് മറ്റേ ആളോട് വിരോധമുണ്ട്, ഇയാൾ മറ്റേ ആൾക്ക് പാസ് ചെയ്യില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ടീമിലില്ല. സ്കലോണി എങ്ങനെയാണ് ഈ ഒരു ടീമിനെ ഇത്ര ഒത്തിണക്കത്തോടെ കൊണ്ടുപോകുന്നത്? അത് ഇതാണ് ഇപ്പൊ ഡ്രസ്സിംഗ് റൂമാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ ഇറുറെറ്റയുടെ കാര്യം പറയുമ്പോൾ ആ കാലത്ത് മറ്റേ റിയൽ മെഡ്രിഡിന്റെ ഗലാക്ടിക്കോസ്, ബാഴ്സലോണ, വാൻഹാൽ ബാഴ്സലോണ കോച്ചാണ്. പിന്നെ വാലൻസിയക്ക് റാഫേൽ ബെനിറ്റസ് ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ സ്പാനിഷ് ഫുട്ബോൾ ഏറ്റവും ശക്തമായിരുന്ന ഒരു കാലത്താണ് ഈ ഒരു ചെറിയ ക്ലബ്ബ് ലീഗും കപ്പും ചാമ്പ്യൻസ് ലീഗ് സെമിയൊക്കെ എത്തുന്നത്. അപ്പൊ അവർക്കാണെങ്കിൽ റോയ് മെക്കായ് എന്ന് പറഞ്ഞ ഒരു ഡച്ച് സ്ട്രൈക്കറും ഒരു മാജിക് മിഡ്ഫീൽഡർ ഉണ്ടായിരുന്നു, ഹുവാൻ കാർലോസ് വാൽഡറോൺ. ഇവരെ മാറ്റി നിർത്തിയാൽ അങ്ങനെ ഒരു വേൾഡ് ക്ലാസ് ടാലന്റ് എന്നൊന്നും പറയാനില്ല. പക്ഷെ ഡ്രസ്സിംഗ് റൂമിന്റെ ആ ശക്തി അത് എല്ലാ തവണയും പിച്ചിലേക്ക് വരും. ഇത്തവണ ഇപ്പൊ നമ്മൾ അതാ കണ്ടിട്ടില്ല. ഇപ്പൊ കളിക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മെസ്സിയെ മാറ്റി നിർത്തിയ ഒരു ഒറ്റ കളിക്കാരനൊരു എല്ലാ കാലത്തും ഒരു അർജന്റീന സ്ക്വാഡിൽ പോലും വരില്ല, ഒരൊറ്റ കളിക്കാരൻ വരില്ല ഈ ടീമിലത്തെ. പക്ഷെ എന്തുകൊണ്ട് അവർ 2 ഫൈനലിൽ അടുപ്പിച്ച് എത്തിക്കഴിഞ്ഞു? ആ ഡ്രസ്സിംഗ് റൂം അന്തരീക്ഷം കാരണം. ഈ സ്കലോണി ശരിക്കും ഒരു താൽക്കാലിക പരിശീലകൻ എന്നുള്ള നിലയിൽ ടീമിന്റെ കോച്ചായി. ഇപ്പൊ മറഡോണയെ പോലുള്ളവർ പോലും വിമർശിച്ചിരുന്നു ഒരു കാലത്ത് എന്ന് പറയുന്നു. പക്ഷെ 2 ബാക്ക് ടു ബാക്ക് 2 ഫൈനലിൽ ഒരു ലോക കിരീടം, അതുപോലെ ഈ മറ്റുള്ള കോച്ചുമാരിൽ നിന്നൊക്കെ ഒരു തീർത്തും വ്യത്യസ്തനായിട്ടുള്ള ഒരാളെ പോലെ സ്കലോണിയെ കാണാം ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിലൊക്കെ. അതുപോലെ അയാൾക്കൊരു കോൺഫിഡൻസും കാണാം നമ്മൾ മത്സരങ്ങൾ കാണുമ്പോൾ. എന്താണ് ശരിക്കും ഈ സ്കലോണിയുടെ ഒരു വിമർശനം, മാരഡോണിന്റെ ഭാഗത്തു നിന്നുള്ള വിമർശനം എന്നൊക്കെ പറഞ്ഞാല് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു ക്ലബിനെ പോലും മാനേജ് ചെയ്യാത്ത ഒരാളെ നിങ്ങൾ അർജന്റീന പോലത്തെ ഒരു രാജ്യത്തിന്റെ കോച്ചാക്കാൻ അത് വളരെ വലിയൊരു തീരുമാനമായിരുന്നു. അതിപ്പോ ഡെലഫ്യൂന്റെ സ്പെയിനിന്റെ കോച്ചായപ്പോഴും ഇതേ വിമർശനം ഉണ്ടായിരുന്നു. ഇയാൾ ആകെ ആലവസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ടീമിന് 11 കളിയാ മാനേജ് ചെയ്തിട്ടുള്ളത്. ഇയാൾ എങ്ങനെ സ്പെയിനിനെ പോലത്തെ ഒരു ടീമിന്റെ മാനേജർ ആക്കും? പക്ഷെ അന്താരാഷ്ട്ര ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ക്ലബ് ഫുട്ബോൾ അല്ല. ഇവിടെ ടാക്ടിക്സിനല്ല പ്രധാനം, നിങ്ങൾ കളിക്കാരെ എങ്ങനെ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയത്തിന് ഈ കളിക്കാരെ കിട്ടുന്നുള്ളൂ. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഭയങ്കര ഒരു ടാക്ടിക്കൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. എങ്ങനെ നിങ്ങൾ ഈ കളിക്കാരെ മാനേജ് ചെയ്യണോ അതിലാണ് മികവ്. പിന്നെ സ്കലോണിയെ മാത്രം നമ്മൾ പറയുന്നത് തെറ്റാണ്. ആ ബാക്ക് റൂം സ്റ്റാഫ്, അതിപ്പോ ഡിഫൻഡേഴ്സ്, ലെജൻഡറി ഡിഫൻഡേഴ്സ് ആയിരുന്നു റോബർട്ടോ ആയാലും വോൾട്ടർ സാമ്യുൽ ആയാലും, മെസ്സിയുടെ ഒരു ഐഡലായിരുന്ന പാബ്ലോ ഐമാർ ആയാലും. പാബ്ലോ ഐമാർ കാരനാണ് ശരിക്കും മെസ്സി ഈ ലെവൽ എത്തിയിട്ടുള്ളത്. മെസ്സി ആദ്യത്തെ 10 കൊല്ലം അർജന്റീനയ്ക്ക് കളിക്കുമ്പോൾ ഒരു അനാഥ പ്രേതം പോലെ ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആർക്കും മെസ്സിയെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല. മെസ്സിക്ക് ഒരു ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ് ഉണ്ടായിരുന്നില്ല. എപ്പോഴും എല്ലാവരും ഇത് ബാഴ്സലോണയുടെ കളിക്കാരൻ ഇടയ്ക്ക് ഇവിടെ വന്ന് കളിക്കണമെന്ന് ആ ഒരു രീതിയിലാണ് പലരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. മാരഡോണയ്ക്ക് വരെ മെസ്സിയുടെ ബെസ്റ്റ് ഇത് എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഐമാർ അസിസ്റ്റൻ്റായി വന്നപ്പോൾ ഐമാറിന് മെസ്സി ആയിട്ടുള്ള തൻ്റെ ഹീറോ ആയിരുന്നു എന്നുള്ള ഒരു കണക്ഷൻ കാരണം ആ ഒരു കംഫർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതിനുശേഷമാണ് എല്ലാം ജയിച്ചു തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ മുഴുവൻ കോച്ചിങ് സ്റ്റാഫിനും ക്രെഡിറ്റ് കൊടുക്കണം, സ്കലോണിന്റെ മാത്രമല്ല. ഈ മെസ്സി വിരമിക്കുന്ന ഒരു തീരുമാനം എടുത്ത സമയത്ത് ഐമറിന്റെ ഒരു ഇടപെടല് അതെ, പലരും ഇതിപ്പോ അതേ പറഞ്ഞു, ഒരാളുടെ ഇത് മാത്രല്ല. ഇതിപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, ഏത് ഖത്തർ ലോകകപ്പിൽ മെക്സിക്കോ ആയിട്ടുള്ള കളിയിലാണ് തോന്നുന്നു, മെസ്സി ഗോൾ അടിക്കുമ്പോൾ ഐമാർ ബെഞ്ചിലിരുന്ന് കരയുന്നത്. എന്നുവെച്ചാൽ അത് അത്രയും ഒരു ക്രൂഷ്യൽ മാച്ചായിരുന്നു. അത് തോറ്റ അർജന്റീന പുറത്താണ്, സൗദിയോട് തോറ്റു കഴിഞ്ഞു. എന്നുവെച്ചാൽ താൻ അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. അത് ആ ടീം സ്പിരിറ്റാണ് കാണിക്കേണ്ടത്. അത് ഒരിക്കലും കളിക്കാർക്ക് മാത്രമായിട്ട് ജയിക്കാനും പറ്റില്ല, ഒരു കോച്ചിന് മാത്രമായിട്ടും ജയിക്കാൻ പറ്റില്ല. അടയാളപ്പെടുത്തുക കാലമേ, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. പക്ഷെ ബ്ലോക്കുകളെ വകഞ്ഞു മാറ്റിയത് ഗോൾ. കളിയിൽ മാത്രമല്ല, ഹൃദയത്തിന്റെ ബ്ലോക്ക് മാറ്റൂ, ജീവിതത്തിൽ വിജയിക്കൂ. BKCC ഹാർട്ട് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. കോൺടാക്ട് 9746 722 922. അടുത്ത ചോദ്യം ഫിലിപ്പിന്റെയാണ്.
അർജന്റീന സ്പെയിൻ ഫൈനലിൽ സ്പെയിൻ ടെക്നിക്കൽ ക്വാളിറ്റിയുള്ള മിഡ്ഫീൽഡർമാരുമായും ഇറങ്ങുക. റോഡ്രി, പെഡ്രി, ഫാബിയൻ റൂയിസ്, ഡാനി ഓൾമോ എന്നിവർ ചേർന്ന് ഫ്രാൻസിന്റെ മിഡ്ഫീൽഡിനെ സെമി ഫൈനലിൽ തകർത്തു. ഇവരെ നേരിടാൻ അർജന്റീന ടെക്നിക്കൽ ക്വാളിറ്റിയും ബോൾ ക്യാരിങ് എബിലിറ്റിയുമുള്ള ഒരു മിഡ്ഫീൽഡറെ കളിപ്പിക്കേണ്ടത് അനിവാര്യമല്ലേ? നിക്കോ പാസ് അത്തരത്തിലുള്ള ഒരു കളിക്കാരനാണെന്ന് സീരിയയിലെ പ്രകടനം കൊണ്ട് തെളിയിച്ചിട്ടുള്ളതാണ്. ഫൈനലിൽ നിക്കോ പാസിനെ 11-ൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമല്ലേ? അതോ ഇതുവരെയുള്ള വിന്നിംഗ് ഫോർമുലയുമായി മുന്നോട്ട് പോകുന്നതാണോ നല്ലത്? ഒരു ഫൈനലിൽ എനിക്ക് ഓർമ്മയില്ല ഒരിക്കലും ഇത്രയും വലിയൊരു മാറ്റം വരുത്തുന്നത്. നിക്കോ പാസ് എന്ന് പറഞ്ഞാൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും കൂടിയാണ്. അപ്പം അത് ആകെപ്പാടുള്ള സ്ട്രക്ചർ മാറ്റും. സ്പെയിനിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അവരുടെ മിഡ്ഫീൽഡിൽ എങ്ങനെ തടയാൻ പറ്റുന്നതും കൂടിയാണ് നോക്കേണ്ടത്. ഇപ്പോൾ റോഡ്രിയുടെ പാസിങ് അല്ലെങ്കിൽ ഡാനി ഓൾമോ നമ്പർ 10 റോളിൽ നിന്ന് അവിടെ നിന്നുള്ള മൂവ്മെൻറ്റ്, ഫാബിയൻ റൂയിസിൻ്റെ ഓട്ടവും പാസിങ്ങും രണ്ടും, ഇതെങ്ങനെ തടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്. അതിന് പകരം പുതുതായി ഒരാളെ കൊണ്ടുവന്ന ബാലൻസ് ആദ്യം തെറ്റും. എനിക്ക് തോന്നുന്നില്ല അത് ചെയ്യുന്നു. നിക്കോ പാസിനെ ചിലപ്പോൾ വേറെ ഒരു നിവൃത്തിയില്ലെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കിക്കൂടായില്ല. പക്ഷെ ആ സ്റ്റാർട്ടിങ് പാരഡൈസിനെ മാറ്റാൻ പോകുന്നില്ല. ആദ്യം തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫിസിക്കലായിട്ടുള്ള മിഡ്ഫീൽഡർ വേണം. പിന്നെ ബാക്കി 3 പേരും സെമിയിൽ കളിക്കുകയും ചെയ്തു, നന്നായി കളിച്ചു. മെക്കാലിസ്റ്റർ പ്രത്യേകിച്ചും, എൻസോ ഗോൾ അടിച്ചു. ഡിപ്പോള് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് ഇറങ്ങിയത്. അപ്പം അത് മാറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ സെമിയിൽ സിമിയോണിയെ കളിപ്പിച്ചത് ഒരു സർപ്രൈസിങ് തീരുമാനമായിരുന്നില്ലേ? ശരി, അത് പക്ഷെ അവർ കുറച്ചും കൂടി ഒരു ഫിസിക്കൽ ഒരു ത്രെറ്റിന് വേണ്ടി, ഇംഗ്ലണ്ടിന്റെ ഫിസിക്കാലിറ്റിയെ പറ്റി നമ്മളടക്കം എല്ലാവരും സംസാരിച്ചതായിരുന്നു അതിനെപ്പറ്റി. അപ്പൊ അത് നമുക്കും ആ ഫിസിക്കൽ ഇത് ഉണ്ടെന്ന് കാണിക്കാനും കൂടിയായിരുന്നു അത്. അബ്ദുൾ റൌഫിന്റെ ചോദ്യം: സ്പെയിൻ നന്നായി പ്രസ് ചെയ്ത് കളിക്കുന്ന ടീമാണ്, പക്ഷേ വൺ ടച്ച് പാസ് വളരെ നന്നായി കളിക്കുന്ന ടീമാണ് അർജന്റീന. വൺ ടച്ച് കളിക്കാൻ കഴിയുന്ന ടീമിനെതിരെ ഹൈ പ്രസ്സിംഗ് ചെയ്യുന്നത് അർജന്റീനയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് അല്ലേ? കാരണം മിസ് പൊസിഷൻ സംഭവിച്ചാൽ അത് അർജന്റീനയ്ക്ക് ഒരു അവസരമായി മാറും. ഇംഗ്ലണ്ടിനെതിരെ സിമിയോണിക്ക് ഒരു ത്രൂ ബോൾ അങ്ങനെയാണ് വന്നത്. പ്രത്യേകിച്ച് മെസ്സി അവിടെ ഉണ്ടാകുമ്പോൾ ഹൈ പ്രസ്സിംഗ് നല്ലതാണോ? ഹൈ പ്രസ്സിങ് എപ്പോഴും റിസ്ക് ആണ്, അത് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ. പക്ഷെ ഫ്രാൻസിനെതിരെ അവർ 80-85 മിനിറ്റ് അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. അത് മിക്ക മാച്ചസിലും, ഇപ്പോൾ സ്പെയിനിൻ്റെ എതിരെ ഒരു ഗോളാണ് അടിച്ചിട്ടുള്ളത്, അതും ഒരു പ്രസ്സിങ് ഫെയിലിയർ കാരണമല്ല, അതൊരു ക്രോസ് ഹെഡ് ചെയ്തിട്ടാണ് ഗോളാവുന്നത് ബെൽജിയമിനെതിരെ. അപ്പം സ്പെയിൻ അവരുടെ രീതി മാറ്റാനൊന്നും പോകുന്നില്ല. അർജന്റീനയുടെ മിടുക്കനുസരിച്ചിരിക്കും അവർക്ക് ആ പ്രസ് എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ കുറച്ച് ലോങ് ബോൾ ഇപ്പോൾ ആര് സ്റ്റാർട്ട് ചെയ്താലും, ആൽവറസ് കളിക്കുകയാണെങ്കിൽ ലോങ് ബോളിന് വലിയ പ്രസക്തി ഇല്ല. പക്ഷെ മാർട്ടിനസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലോങ് ബോൾ ഹോൾഡ് അപ്പ് ചെയ്ത് ബാക്കി കളിക്കാരെ കളിയിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ളൊരു കളിക്കാരനാണ്. പിന്നെ അതേപോലെ വിങ്സ് കൂടിയും ഇപ്പോൾ നിക്കോ ഗോൺസാലസ് കളിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനത്തെ ഒരു കളിക്കാരൻ അല്ലെങ്കിൽ അൽമാഡ ഉണ്ടെങ്കിൽ ആ ഒരു ഔട്ട്ലെറ്റും കൂടി ഉണ്ട്. വൈഡായിട്ട് ലോങ് ബോൾ കൊടുത്താൽ അതിൻ്റെ പിന്നാലെ ഓടാൻ പറ്റുന്ന ഒരാൾ. പക്ഷെ എന്തെങ്കിലും ഒരു രീതിയിൽ ആ പ്രസ് ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോൾ കിട്ടില്ല. തോമസ് സിബിയുടെ ചോദ്യം: ഫൈനലിൽ സ്പെയിൻ അർജന്റീനയെ നേരിടുമ്പോൾ മെസ്സിയെ എങ്ങനെ കുബാർസിയെ പോലെ ഒരു യങ് ഡിഫൻഡർ നേരിടും? ബാഴ്സലോണയിൽ കുബാസി കളിക്കുമ്പോൾ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച താരങ്ങളാണ് അൽവാരസ്, സിമിയോണിയെ പോലെയുള്ള അർജന്റീന താരങ്ങൾ. ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ സിമിയോണിയെ ഫൗൾ ചെയ്തതിന് കുബാസിക്ക് റെഡ് കാർഡും കിട്ടിയിരുന്നു. അതുപോലെ തന്നെ സ്പെയിൻ ഗോൾ കീപ്പറെ നന്നായി അറിയാവുന്നതാണ് മെസ്സി, അൽവാരസ്, സിമിയോണി, ഡിപ്പോൾ പോലുള്ള താരങ്ങൾക്ക്. ഇത് അവർക്ക് ഗുണം ചെയ്യുമോ? പരസ്പരം അറിയുമല്ലോ. പക്ഷെ അത് രണ്ട് രീതിയിലും കാണണം. കുബാസ്ക്ക് ഈ കളിക്കാരെ അറിയാം, ഇവര് തൻ്റെ എതിരെ മുമ്പ് എങ്ങനെ കളിച്ചിട്ടുണ്ടെന്ന് അറിയാം. പിന്നെ ഇത്തവണ ഫ്രാൻസിനെതിരെ കുബാർസിന്റെ പ്രദർശനം ശരിക്കും വേൾഡ് ക്ലാസ് ആയിരുന്നു. അവർക്കൊരു ഗോളിന്റെ ഒരു മണം പോലും കിട്ടിയിട്ടില്ല 80 മിനിറ്റ്. എനിക്ക് ആകെ ഓർമ്മയുള്ളത് ആദ്യ മിനിറ്റുകളിൽ ബാർക്കോള ലെഫ്റ്റ് കൂടി ഓടി ഒരു ക്രോസ് കൊടുക്കാൻ നോക്കിയതാണ്. അപ്പൊ അത് പിന്നെ മെസ്സി അധികം എൻ്റെ പ്രതീക്ഷ റൈറ്റിൽ കളിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ലെഫ്റ്റ് സൈഡഡ് സെന്റർ ബാക്ക് ലെപ്പോർട്ടായിരിക്കും, കുബാസി അല്ല. കുബാസി മിക്കവാറും മറ്റേ അൽമാഡയോ എൻസോ ആരെങ്കിലും കളിക്കുന്ന ആ സൈഡിലായിരിക്കും. സിബിയുടെ തന്നെ മറ്റൊരു ചോദ്യം: സ്പെയിനിൽ വർഷങ്ങൾ ചിലവഴിച്ച മെസ്സിക്ക് സ്പെയിനിനെ ലോകകപ്പ് ഫൈനലിൽ നേരിടുമ്പോൾ വൈകാരികത എന്ന ഫാക്ടർ ഏതെങ്കിലും ഘട്ടത്തിൽ അലട്ടുമോ?
അതൊന്നും ഇതിപ്പോ ഞാൻ പറഞ്ഞ പോലെ പരസ്പരം നല്ലോണം അറിയണ കളിക്കാരാണ്. എത്രയോ അർജന്റീന കളിക്കാർ അവരുടെ ക്ലബ് ഫുട്ബോൾ സ്പെയിനിലാണ് കളിച്ചിട്ടുള്ളത്. അത് കാരണം തന്നെ സ്പാനിഷ് കളിക്കാർക്കും അവരെ നല്ലോണം അറിയാം. ഇതിലിപ്പോ സ്പെയിൻ കളിക്കാരെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ 26 മെമ്പേഴ്സ് സ്ക്വാഡിൽ ഒരു 5-6 കളിക്കാരെങ്കിലും ഹീറോ മിക്കവാറും മെസ്സി ആയിരിക്കും, ആ ബാഴ്സലോണ കണക്ഷൻ കാരണം. അപ്പൊ അതൊന്നും പക്ഷെ ഒരു കളിക്കളത്തിൽ ഇറങ്ങുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ പോകുന്നു. നമ്മൾ ഈ അർജന്റീനയുടെ എതിരാളികൾ എന്നുള്ള നിലയിൽ അർജന്റീന ഫ്രാൻസ്, അർജന്റീന ഇംഗ്ലണ്ട്, അർജന്റീന നെതർലൻഡ്സ്, ഈ ടീമുകൾക്കെതിരെയൊക്കെ കളിക്കുമ്പോൾ അതിന്റെ ഒരു ചരിത്രവും കളിയുടെ ഇതുമൊക്കെ നമ്മൾ വല്ലാതെ ചർച്ച ചെയ്യാറുണ്ട്. ഈ അർജന്റീന സ്പെയിൻ മത്സരങ്ങൾ എങ്ങനെയാണ്? അതിൽ ഒരു തവണ ലോകകപ്പിൽ കളിച്ചത് അത് 1966 അത് അർജന്റീന 2-1 ജയിച്ചു ഒരു ഗ്രൂപ്പ് കളിയിൽ. പക്ഷെ അതിന് ഇപ്പൊ ഒരു പ്രസക്തി ഇല്ലല്ലോ. 60 കൊല്ലം മുമ്പായിരുന്നു. അവസാനം അവരൊരു ഫ്രണ്ട്ലി മാച്ച് കളിക്കുന്നത് 18 തോന്നുന്നു. അതും ഇപ്പൊ ആ കളിക്കാരൊക്കെ മിക്കവരും പോയി കഴിഞ്ഞു. അപ്പൊ അത് അങ്ങനെ ഒരു പണ്ടത്തെ ചരിത്രം നോക്കിയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. മുഹമ്മദ് ഹാഫിലിന്റെ ചോദ്യം: നിങ്ങൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇന്നത്തെ തലമുറയിലെ അർജന്റീന ഇംഗ്ലണ്ട് താരങ്ങൾ 1986 ലോകകപ്പ് അല്ലെങ്കിൽ ഫോക്ലൻഡ് യുദ്ധം പോലുള്ള പഴയ രാഷ്ട്രീയ ഫുട്ബോൾ വൈരാഗ്യങ്ങൾ മനസ്സിൽ വെച്ചല്ല കളിക്കുകയെന്ന്. എന്നാൽ സെമി ഫൈനൽ മത്സരം ആരംഭിച്ചത് മുതൽ ഇരു ടീമുകളുടെയും താരങ്ങൾക്കിടയിൽ അസാധാരണമായ ആക്രമണോത്സുകതയും പരസ്പരം വെല്ലുവിളികളും കണ്ടു. പഴയ അർജന്റീന ഇംഗ്ലണ്ട് വൈരാഗ്യം ഏതെങ്കിലും രൂപത്തിൽ ഈ മത്സരത്തിൽ പ്രതിഫലിച്ചുവെന്ന് പറയാമോ? അല്ലെങ്കിൽ ഇത് വെറും ഒരു വലിയ സെമി ഫൈനൽ മത്സരത്തിന്റെ സ്വാഭാവികമായ തീവ്രത മാത്രമായിരുന്നു? അത് ഫോക്ലൻഡ്സ് ഇതിന്റെ 86 ഇതിലും അധികം ഈ അർജന്റീന കളിക്കാർക്ക് കുറെ ഇംഗ്ലീഷ് മീഡിയന്ന് കുറെ വിമർശനം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ക്രിസ്ത്യൻ റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ് ആ പാർട്ട്ണർഷിപ്പിനെ പറ്റി ഗാരി നെവിൽ പറഞ്ഞത്, അത് തിരിച്ച് മറുപടി റൊമേറോ കൊടുത്തു സെമി കഴിഞ്ഞിട്ട്. ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഇയാളെ പോലെ ഒരു വിഡ്ഢിയാവാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ട് അതായിരുന്നു. അല്ലാതെ ഇവരാരും ജനിച്ചിട്ട് പോലും ഇല്ല ആ കളിക്കുമ്പോഴോ യുദ്ധം നടക്കുമ്പോഴോ ഒന്നും. ഇപ്പൊ സ്കെലോണി വരെ ഒരു ചെറിയ കുട്ടിയായിരുന്നു. ഫോക്ലൻഡ്സ് യുദ്ധം നടക്കുമ്പോൾ സ്കെലോണിക്ക് 4 വയസ്സേ ഉള്ളൂ. അപ്പൊ ഇതിലും വലിയൊരു ഫാക്ടർ ഇപ്പോഴത്തെ ഇംഗ്ലീഷ് മീഡിയ മാത്രമല്ല, ഇപ്പൊ പിയേഴ്സ് മോർഗൻ അങ്ങനത്തെ ഈ സോ കോൾഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഫിഗേഴ്സ്, അവര് പറഞ്ഞ പല കാര്യങ്ങളും അത് തീർച്ചയായിട്ടും ഡ്രസ്സിംഗ് റൂമിൽ അറിയാം. എന്താ വെച്ചാൽ ഇത് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പെട്ടെന്ന് വൈറലാവുമല്ലോ. ഇയാൾ ഇത് പറഞ്ഞു, റൊമേറോ മാർട്ടിനസ് ഏറ്റവും വേഴ്സ്റ്റ് പാർട്ട്ണർഷിപ്പ് ആണ് എന്നൊക്കെ, അത് കളിക്കാരറിയും. അപ്പൊ അത് അവർക്കൊരു വാശി കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അടുത്തത് അരുൺ റജി: അർജന്റീനയുടെ വിങ് ബാക്കുകൾ ഇംഗ്ലണ്ടിനെതിരെ വലിയ പരാജയമായിരുന്നുവെന്ന് ദിലീപ് പറയുന്നത് ശ്രദ്ധിച്ചു. സ്പെയിനെതിരായ ഫൈനലിലും ഇത് ബാധിക്കില്ലേ? നിങ്ങളാണ് കോച്ചെങ്കിൽ ആ പൊസിഷനിൽ ആരെയെല്ലാമാണ് കളിപ്പിക്കുക? കഴിഞ്ഞ ലോകകപ്പ് ഫൈനൽ കളിച്ച് പരിചയ സമ്പത്തുള്ള ഈ കളിക്കാരെ മാറ്റേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ടോ? സ്പെയിന്റെ വിങ്ങർമാർ വേഗതയോടെ കളിക്കുന്നവരും നന്നായി വൺ ടച്ച് പാസ് ചെയ്യുന്നവരും ആക്രമിച്ച് കളിക്കുന്നവരുമാണ്. അവർക്കെതിരെ വേഗതയും ഫ്രഷ്നെസ്സും ഉള്ളവരാണോ അതോ പരിചയ സമ്പത്താണോ ഗുണം ചെയ്യുക? ഇതവർ മാറ്റാൻ പോകുന്നില്ല. എനിക്ക് ഇപ്പം മൊളീനെ മാറ്റി മോണ്ടിയലിനെ കളിപ്പിക്കുമെന്ന് മാത്രമേ ഒരു സംശയമുള്ളൂ. മറ്റവിടെ ഇത്രയും നോക്കൗട്ടിൽ അധികം ടാഗ്ലിഫിക്കോ കളിച്ചത് കാരണം തിരിച്ചവർ മെദീനയിലേക്ക് പോകാനും സാധ്യതയില്ല. അപ്പൊ അവരുള്ളത് വെച്ച് കളിക്കും. പക്ഷെ ആകെ ഞാൻ പ്രതീക്ഷിക്കുന്നത് മിഡ്ഫീൽഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കുറേം കൂടി കവർ ഉണ്ടാവും ഫുൾ ബാക്സ്. മറ്റേ റൈറ്റ് സൈഡിൽ മെസ്സിയോട് നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ പറയാൻ പോകുന്നില്ല. അപ്പൊ റൈറ്റ് സൈഡിൽ മിഡ്ഫീൽഡർ തീർച്ചയായിട്ടും റൈറ്റ് ബാക്കിനെ കുറച്ചും കൂടി പ്രൊട്ടക്ട് ചെയ്യും. ആ സൈഡിൽ മിക്കവാറും അലക്സ് ബൈനെ ആയിരിക്കും സ്പെയിനിന് കളിക്കുക. അല്ലെങ്കിൽ നിക്കോ വില്യംസ് സബായി വരികയാണെങ്കിൽ നിക്കോ വില്യംസിനെ നോക്കണം. മറ്റേ യമാലിനെ നോക്കേണ്ടത് ടാഗ്ലിഫിക്കോ അല്ലെങ്കിൽ മെദീന ആരായാലും അവരെയും എൻസോ ഫെർണാണ്ടസ് ആയാലും മെക്കാലിസ്റ്റർ ആയാലും സഹായിക്കേണ്ടി വരും. എന്താ വെച്ചാൽ ഒറ്റയ്ക്ക് ഈ ക്വാളിറ്റിയുള്ള കളിക്കാരെ തടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അടുത്തത് അവസാനത്തെ ചോദ്യം ഹരീഷ് PC ആണ് ചോദിച്ചിരിക്കുന്നത്. അർജന്റീനയ്ക്കെതിരെ ഇംഗ്ലണ്ട് കളിച്ച ഡിഫൻസീവ് മെത്തേഡ് കളി ഒരുപാട് വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് അവരുടെ ഒരു സ്ഥിരം പാറ്റേൺ അല്ലേ? 2002 വേൾഡ് കപ്പിൽ 44-ാം മിനിറ്റിൽ ബെക്കാം നേടിയ ഗോളിന് ശേഷം അവർ ഇതുപോലെ 11 പേരും സ്വന്തം ബോക്സിലേക്ക് ഇറങ്ങി 90 മിനിറ്റ് പ്രതിരോധിച്ച് ജയിച്ചിരുന്നു. അതുപോലെ ഈ ലോകകപ്പിലെ ഏറ്റവും ശക്തമായ ആക്രമണം നടത്തിയ മെക്സിക്കോക്കെതിരെയും ഇതേ രീതി തുടർന്ന് വിജയിച്ചതല്ലേ? അന്ന് റെഡ് കാർഡ് വാങ്ങിയത് കൊണ്ടാണെങ്കിലും ആ റെഡ് കാർഡ് ഇംഗ്ലണ്ടിനെ വിജയിപ്പിക്കുന്നത് പോലെയാണ് തോന്നിയത്. മുഴുവൻ താരങ്ങളും സ്വന്തം ബോക്സിൽ ഇറങ്ങി ഡിഫെൻഡ് ചെയ്യുന്നത് ഒരു ടിപ്പിക്കൽ ഇംഗ്ലണ്ട് സ്റ്റൈൽ അല്ലേ? തോൽക്കുമ്പോൾ വിമർശനമാവുന്നു,
വിജയിക്കുമ്പോൾ അത് ടാക്ടിക്സ് ആയി മാറുന്നു. അതല്ലേ സത്യം? പക്ഷെ അത് എപ്പോഴാ വിജയിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പൊ 2002 അർജന്റീനയോട് ജയിച്ച കാര്യം പറഞ്ഞു. അതേ 2002 ബ്രസീലിന് റെഡ് കാർഡ് കിട്ടിയെന്ന് എൻ്റെ ഓർമ്മ. ക്വാർട്ടർ ഫൈനലിൽ 10 ആൾക്കെതിരെ മൈക്കിൾ ഓവനാണ് ആദ്യം ഇംഗ്ലണ്ടിനെ അടിച്ചത്. ബ്രസീൽ 2-1 ജയിക്കുന്നു. ഓവൻ ഇന്നലെ വരെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ബോൾ പോലും കിട്ടിയിട്ടില്ല, 11 ആള് ഞങ്ങൾക്കാണ്. പക്ഷെ ഈ ഡിഫെൻസീവ് മെന്റാലിറ്റി കാരണം കളി കളിച്ചത് മുഴുവൻ ബ്രസീലാണ്, അവർ ജയിക്കുകയും ചെയ്തത്. അങ്ങനെ അനേക കളി എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഒരു വലിയ കളിയും ഇംഗ്ലണ്ട് ക്രൊയേഷ്യക്കെതിരെ ജയിച്ചോ? 2018 ജയിച്ചില്ല. അപ്പൊ ഇത് തന്നെയാണ് ഇപ്പൊ ഇറ്റലിക്കെതിരെ യൂറോ ഫൈനലില് ഇതേപോലെ ഗോള് നേടി പിന്നെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കി, അത് ഷൂട്ട് ഔട്ടിൽ പരാജയപ്പെട്ടു. ഇതൊരിക്കലും സക്സസ് ആവാത്തൊരു മെത്തേഡ്. മെക്സിക്കോനെതിരെ എളുപ്പമായിരുന്നു. മെക്സിക്കോന് ഒരു ഒറ്റ ടാക്ടിക്കേ ഉള്ളൂ, ലോങ് ബോൾ അല്ലെങ്കിൽ ക്രോസ് റൗൾ ഹിമിനസിന്റെ തലയിലേക്ക് കൊടുക്കുക. അത് ബ്ലോക്ക് ചെയ്യാനുള്ള സെന്റർ ബാക്സ് ഇംഗ്ലണ്ടിനുണ്ട്. ഇപ്പൊ സ്റ്റോൺസ് ആയാലും ഗേഹി ആയാലും അവരത് ദിവസം മുഴുവൻ ഹെഡ് ചെയ്ത് കളഞ്ഞോളൂ. പക്ഷെ ഇവിടെ നിങ്ങൾ കളിക്കുന്നത് മെസ്സിക്കെതിരെ 20 കൊല്ലം ലോ ബ്ലോക്കിനെതിരെ കളിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, അത് എപ്പോഴും അതിനെതിരെ വിജയിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ. മെസ്സിക്കാണെങ്കിൽ ഒരു ഏക്കർ സ്പേസ് ആണ് റൈറ്റിലേക്ക് നീങ്ങിയതിന് ശേഷം. എന്ത് വേണമെങ്കിലും ചെയ്യാം, പാസ് ചെയ്യണമെങ്കിൽ പാസ് ചെയ്യാം, ഓടിയിട്ട് ക്രോസ് കൊടുക്കണമെങ്കിൽ ക്രോസ് ചെയ്യാം, എല്ലാത്തിനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പൊ അത് എങ്ങനെ എപ്പോൾ സക്സസ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഗ്രൂപ്പ് കളിയിലൊക്കെ പലപ്പോഴും ഇപ്പൊ അർജന്റീന ആയിട്ടുള്ള 2002 ഒരു ഗ്രൂപ്പ് ഗെയിം ആയിരുന്നു. നോക്കൗട്ടിൽ ഞാൻ പറഞ്ഞ പോലെ ബ്രസീലിനോട് ദയനീയമായിട്ട് തോറ്റു ആ ലോകകപ്പിൽ തന്നെ. അതിനുശേഷം പലപ്പോഴും ഇത് തന്നെ നമ്മൾ കണ്ടു. ഫ്രാൻസ് ആയിട്ട് എനിക്കൊരു കളി ഓർമ്മയുണ്ട്. 2004 യൂറോയില് 1-0 ഇംഗ്ലണ്ട് ജയിച്ചു നിൽക്കണു. അവസാന നിമിഷങ്ങളിൽ സിഡാൻ 2 ഗോള്, അതും തോറ്റു. എപ്പോഴും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അതെന്തോ ഒരു മൈൻഡ് സെറ്റിൽ എന്തോ ഒരു പ്രശ്നമാണ്. ഈ ലോകകപ്പിലെ ഒരു മത്സരത്തിൽ പോലും മെസ്സിയെ കൃത്യമായി പൂട്ടാൻ ഒരു ടീമിനും സാധിച്ചിട്ടില്ല. അത് മെസ്സി ഫാക്ടർ അർജന്റീനയുടെ എല്ലാ കളിയിലും പ്രകടമായിരുന്നു. ഫൈനലില് സ്പെയിൻ അത്തരത്തിലുള്ള ടാക്ടിക്സ്, ഇപ്പോൾ സെമിയില് ഫ്രാൻസിന്റെ ഒലീസയും ഡെംബലയും എംബാപ്പയും ഒക്കെ അടങ്ങിയ നിരയെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാനും പൂട്ടാനും അവർക്ക് സാധിച്ചു. ഫൈനലിൽ അതുപോലെ എങ്ങനെയായിരിക്കും സ്പെയിൻ മെസ്സിക്കെതിരെയുള്ള ഒരു അപ്രോച്ച്? എനിക്ക് സംശയമുണ്ട്, മെസ്സി ഒരു മാൻ മാർക്കിയോ ചെയ്യുകയാണെങ്കിൽ റോഡ്രിയെ പോലത്തെ അത്രയും കഴിവുള്ള വല്ല കളിക്കാരൻ, സാധാരണ ഒരു കളിക്കാരനൊന്നും മെസ്സിയെ മാർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്നത് സ്പെയിൻ അവരുടെ നാച്ചുറൽ ഗെയിം കളിക്കും. മെസ്സി കളിക്കേണ്ട പോലെ കളിച്ചോട്ടെ, ഞങ്ങളുടെ ഡിഫൻഡേഴ്സിന് അത് നോക്കാൻ പറ്റുന്നുള്ള ആ വിശ്വാസത്തോടു കൂടി അവരിപ്പോ എംബാപ്പയ്ക്കും ഒളീസയ്ക്കും ഒരു സ്പെഷ്യലായിട്ട് ശ്രദ്ധയൊന്നും കൊടുത്തില്ല. അവർക്ക് ബോൾ കിട്ടാതെ നോക്കി, അത്രേ ഉള്ളൂ. ഇവിടെയും അത് തന്നെയായിരിക്കും പ്രയത്നം. ബോൾ മെസ്സിയുടെ അടുത്ത് എത്താതെ നോക്കുക. അർജന്റൈൻ മിഡ്ഫീൽഡിന്റെ അടുത്തുനിന്ന് അവർക്ക് ബോൾ പാസ് ചെയ്യാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ മെസ്സിക്കൊന്നും ചെയ്യാൻ പറ്റില്ല.